നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു മുന്നേറുകയാണ് ഒരു മെക്സിക്കൻ അപാരത. മാർച്ച് 3 തിയേറ്ററുകൾ എത്തിയ ചിത്രം 5 ദിവസം പിന്നിടുമ്പോൾ വാരിക്കൂട്ടിയത് 10.17 കോടി രൂപയാണ്. ആദ്യ ദിവസം 3 കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ. 139 സെന്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമായിരുന്നു ആദ്യ ദിനം തന്നെ ലഭിച്ചത്. ആദ്യ ദിവസം തിയേറ്ററുകളിലെത്തിയ പ്രേക്ഷകരുടെ സാന്നിധ്യം കണ്ട് അവധി ദിവസങ്ങളായ ശനിയും ഞായറും മറ്റുള്ളവർ കൂടി കൂട്ടത്തോടെ ചിത്രം കാണാനെത്തിയതോടെ കളക്ഷനും വർദ്ധിച്ചു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് സൂപ്പർ താരങ്ങളുടെ പിൻബലമില്ലാത്ത ഒരു സിനിമ ഇത്രയുമധികം കളക്ഷൻ നേടുന്നത്. അഭിനേതാക്കൾ മാത്രമല്ല, ചിത്രത്തിലെ അണിയർ പ്രവർത്തകരിലും വലിയ താരങ്ങളില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. സാധാരണക്കാരായ പ്രേക്ഷകരും വിദ്യാർത്ഥികളുമാണ് ചിത്രത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. 80കളുടെ പശ്ചാത്തലത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ ടൊവിനോ തോമസ്, നീരജ് മാധവ്, രൂപേഷ് പീതാംബരൻ തുടങ്ങി വൻ താരനിര തന്നെ അണിനിരക്കുന്നു. ഗായത്രി സുരേഷാണ് നായിക. ടോം ഇമ്മട്ടിയാണ് സംവിധാനം. ജവാൻ ഓഫ് വെള്ളിമല, ഹോംലി മീൽസ് എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ അനൂപ് കണ്ണനാണ് ഒരു മെക്സിക്കൻ അപാരതയുടെ നിർമ്മാണം. ഏതായാലും വരും ദിവസങ്ങളിലും ചിത്രം വൻ കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.